അങ്ങനെ ഇന്ത്യ വീണ്ടും നാണം കെട്ട് തോറ്റിരിക്കുകയാണ്. ഓസ്ട്രേലിയയുമായിട്ടുള്ള നാലാമത്തെ ടെസ്റ്റിൽ 154 റൺസിനാണ് ഓസ്ട്രേലിയ കളി ജയിച്ചത്. ഇന്ത്യക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ഇന്ത്യയുടെ സീനിയർ താരങ്ങൾ ഒന്നടങ്കം ഫ്ലോപ്പായി. രോഹിത് ശർമ്മയും കോഹ്ലിയും രണ്ടക്കം കണ്ടില്ല. രാഹുൽ ഡക്കിൽ പുറത്തായി. ഇപ്പോഴിതാ നാലാമത്തെ ടെസ്റ്റ് തോറ്റപ്പോൾ കോച്ച് ഗംഭീർ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ഗംഭീർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗംഭീർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോഴും ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഒന്നെങ്കിൽ കളി ജയിക്കണം, അല്ലെങ്കിൽ സമനില. ഇതായിരുന്നു ഞങ്ങൾ ഇന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് ഇന്ത്യൻ ടീം കളി തോൽക്കുന്നത്? ഇതുപോലത്തെ മോശം പ്ലെയേഴ്സ് ഒരിക്കലും ഇനി ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൽ ഉണ്ടാകില്ല. ടീമിൽ അഴിച്ചുപണികൾ ആവശ്യമാണ്. മികച്ച കളിക്കാർ വന്നെങ്കിൽ മാത്രമേ ഇനി ടെസ്റ്റ് ടീമിനെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ. രോഹിത് ശർമ്മയും കോഹ്ലിയും ഫോമൗട്ടാണ്. ജയ്സ്വാൾ മാത്രമാണ് ഇന്ന് കളിച്ചത്. ജയ്സ്വാളിൻ്റേത് ഔട്ടല്ലായിരുന്നു. എന്നിട്ടും തേടംപേർ അത് ഔട്ട് കൊടുത്തു. അതിനെപ്പറ്റി ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ജയ്സ്വാൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് ഇന്ന് കളി ജയിക്കാമായിരുന്നു. ഇല്ലെങ്കിൽ സമനിലയെങ്കിലും പിടിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ തോറ്റിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. സീനിയർ താരങ്ങളെ ടെസ്റ്റിൽ നിന്ന് ഒഴിവാക്കും. പകരം സഞ്ജു ശ്രേയസ്, രഹാന പൂജാര തുടങ്ങിയ താരങ്ങൾക്ക് അവസരം കൊടുക്കുമെന്ന് ഗംഭീർ വ്യക്തമാക്കി. ഇനിയാണ് സഞ്ജുവിൻ്റെ അരങ്ങേറ്റം വരുന്നത്. വരാൻ പോകുന്ന ടെസ്റ്റ് സീരീസിൽ സീനിയർ താരങ്ങൾ ഉണ്ടായിരിക്കില്ല. ഒരുപക്ഷെ രോഹിത് ശർമ്മയും കോഹ്ലിയും വിരമിച്ചേക്കും. അതുപോലെ യുവതാരങ്ങൾ ടെസ്റ്റിലേക്ക് എത്തും. സഞ്ജുവിന് ടെസ്റ്റ് അരങ്ങേറ്റത്തിന് അവസരം കിട്ടും. ഗംഭീറും അതിൻ്റെ സൂചനയാണ് തന്നിരിക്കുന്നത്. ടെസ്റ്റ് ടീമിൽ അടിമുടി മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. ഓസ്ട്രേലിയയുമായിട്ട് ഇന്ത്യ തോൽക്കുമെന്ന് ആരും കരുതിയില്ല. തേടംപേരുടെ ചതി കൂടി ആയപ്പോൾ ഇന്ത്യ ശരിക്കും തോറ്റു. ജയ്സ്വാൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യക്ക് സമനില പിടിക്കാമായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.